നമുക്ക് ഒരാളെ കൂടെ ദയവേട്ട വിളിക്കാം. കാരണം അദ്ദേഹത്തിന്റെ കരിയറിലും ഇതുപോലെ ഒരു പ്രതിനായക വേഷം. ദേവേട്ടനെ ആമുഖം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദേവേട്ടനൊരു പരിചയപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടം തോന്നുന്ന ഒരു നല്ല മനുഷ്യനാണെന്ന്. വേണമെങ്കിൽ ദേവേട്ടനേക്കാൾ നല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു 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 പരമസാത്വികനായ ഒരാള്. അത്തരത്തിൽ സാത്വികനായ ഒരാളെ ഈ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളിലേക്ക് ഒരു പക്കാ വില്ലനസത്തിന്റെ നിറക്കൂട്ടുകൾ ചാലിച്ചെഴുതി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ഡെന്നിസ് ജോസഫ് സാർ. അദ്ദേഹത്തിന്റെ നിറക്കൂട്ടുകൾ, ചായക്കൂട്ടുകൾ കൊണ്ട് നമ്മൾ കണ്ട ആ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അനശ്വരമാക്കിയ ഒരു സാധാരണ പാവ മനുഷ്യൻ. ഓർമ്മകളിൽ നിന്നും ഡെന്നിസ് ജോസഫ് എന്ന എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ബാബു നമ്പൂതിരി സാർ. നമ്പൂതിരി സാർ നമസ്കാരം. നമസ്കാരം. ഞാനിപ്പോ ആമുഖത്തിൽ പറഞ്ഞു വളരെ പരമസാത്വികനായ ഒരാള്. എങ്ങനെയാണ് ദേവേട്ടനെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വിളിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദേവേട്ടൻ അത് ചോദിച്ചില്ല, കിട്ടിയത് പോയി ചെയ്യുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമ്പൂതിരി സാറും അങ്ങനെ തന്നെയാണ്. അതായത് അജിത്ത് എന്ന് പറയുന്ന കഥാപാത്രം അതിനു മുമ്പ് സിനിമകളിലുണ്ടെങ്കിലും നിറക്കൂട്ടില് മേഴ്സിയുടെയും രവിവർമ്മയുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തെ അത്ര അലങ്കോലപ്പെടുത്തുന്ന അജിത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അധ്യാപകൻ കൂടെയാണ് ഡെന്നിസ് ജോസഫ് സാറിന്റെ, അല്ലേ? അതെ അതെ. എന്തിനാണ് അധ്യാപകനായ എന്നെ ഇത്രയും ക്രൂരനായി വിളിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ചോദിച്ചിട്ടില്ല. ചോദിച്ചത് വേറൊന്നാണ്. ഈ ഇതിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു ഒരു 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 ശങ്കയുണ്ടായിരുന്നു. കാരണം ഞാൻ ക്ലാസ്സിലൊക്കെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരാളാ ഡെന്നിസും കൂടെയുള്ള അശോകനും. പ്രേക്ഷകരോട്, അതായത് ഡെന്നിസ് സാറിന്റെ അധ്യാപകനാണ് ബാബു നമ്പൂതിരി സാർ. കോളേജില് ഇവര് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. അതെ അതെ. അപ്പൊ പരസ്യകല ചെയ്യുന്ന ഗായത്രി അശോകൻ ചേട്ടനെയും ഡെന്നിസ് സാറിനെ എത്രയോ തവണ ക്ലാസ്സിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുള്ള ഒരാളാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആശങ്ക എന്ന് പറയുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇവരതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുമെന്നുള്ള എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പഠിക്കാത്ത ആളുകളെ ഞാൻ ഇൻസൈഡ് ദ ക്യാമ്പസിൽ ഞാനൊരു സ്ട്രിക്റ്റാണ് വളരെ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ കോടിയിലാണ് താനും. പക്ഷെ ഇവരുമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചാറ്റ് ചെയ്യേണ്ട വിവരങ്ങളോ സംസാരിക്കേണ്ട വിഷയങ്ങളോ ഉണ്ടായിട്ടില്ല. ഒന്നാമതെ ക്ലാസ്സിൽ റെഗുലർ അല്ല, ക്ലാസ് കഴിഞ്ഞാലും കാണുകയില്ല, ക്ലാസ്സിലും കാണുകയില്ല. അപ്പോൾ പിന്നെ അവരെ എങ്ങനെ അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഡെന്നിസിനെ സംബന്ധിച്ച് ഡെന്നിസിന് ഇങ്ങനെ ഒരു എഴുത്തിൻ്റെ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. കോളേജിൽ ഒരു പരിപാടിയും സ്റ്റേജിൽ കയറിയിട്ടില്ല. കാരണം ഒരു 5 മിനിറ്റ് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രസംഗ മത്സരത്തിനോ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അതിന് പോലും കയറിയിട്ടില്ല. പേടിയാ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അശോകൻ അങ്ങനെ അല്ലായിരുന്നു താനും. അപ്പോൾ ഈ ഡെന്നിസ് ഒരു കഥ എഴുതിയെന്നും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നു എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. അപ്പോൾ ഇവരെ ഈ പടത്തില് എനിക്ക് സത്യത്തിൽ എറണാകുളത്ത് നിന്ന് ഒരു ഇൻലൻഡ് ലെറ്ററാണ് എഴുതിയത്. അശോകൻ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ അശോകനാണ് എഴുതിയത്. ഡെന്നിസ് പറഞ്ഞിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ നിറക്കൂട്ടിലേക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് ആദ്യം എനിക്ക് സ്ട്രൈക്ക് ചെയ്തേ അത് സത്യമാവില്ല, ഇത് ഇവരെ രണ്ടുപേരും കൂടി ആലോചിച്ച് നമ്മളെ കുരിശി കയറ്റാനുള്ള എന്തോ ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നലുണ്ടായി. സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോൾ മാത്രമേ ഇത് ആക്ച്വലായിട്ട് നടക്കുന്നതാണ്. ജോഷി സാറിനെ കുറിച്ചൊക്കെ അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പം ആ ജോഷി സാറ്, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സെറ്റ്, പിന്നെ ഡെന്നിസ് അവിടെ സ്ക്രിപ്റ്റുമായിട്ട് അടുത്ത് തന്നെ ഇരിക്കുകയാണ് ജോഷി സാറിനോടൊപ്പം ഡെന്നിസ്. അപ്പോൾ ഞാൻ നിവൃത്തിയുണ്ട് സാർ എൻ്റെ അടുത്ത്, ഞാൻ ജോഷി സാറോട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ സാറ് പറയാതെ ഞാൻ ചെന്ന് ഇരുന്നിട്ടില്ല അവിടെ ഒരു കസേരയിൽ. ഡെന്നിസ് വിളിക്കുന്ന ജോഷി എന്നാണ്. അത്ര അതെ അതെ. ഡെന്നിസിനെക്കാളും എനിക്ക് തോന്നുന്നു 4-5 വയസ്സെങ്കിലും കൂടുതലുണ്ടാവും ജോഷി സാറിന്. പക്ഷെ ഡെന്നിസ് വിളിക്കുന്നത് ജോഷി എന്നാണ് വിളിക്കുന്നത്. അത് യാതൊരു ഇറിറ്റേഷനും അദ്ദേഹം കാണിച്ചിട്ടുമില്ല, ആരെ ജോഷി സാർ കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡെന്നിസിൻ്റെ ഒരു രീതി വെച്ച് എനിക്കറിയില്ല, പഠിക്കാത്ത ഒരു വ്യക്തി എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും എനിക്കറിയാത്തത് കൊണ്ട് ഇതൊരു ട്രാപ്പാണോ എന്ന് ഞാൻ ആദ്യം ശങ്കിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ റോളിൻ്റെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പേടിയായി. കാരണം കോളേജിലെ ഉള്ള എൻ്റെ ഇമേജ് ആകെ തകിടം മറിക്കാനായിട്ടുള്ള ഒരു അറിവ് ഞാൻ വ്യാഖ്യാനിച്ചു പോയി. അതൊക്കെ അന്നത്തെ കാലത്തൊരു തോന്നലുണ്ടാകാമല്ലോ. പക്ഷെ ആ പടം കഴിഞ്ഞിട്ട്
എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, പിന്നെ മറ്റ് കുട്ടികളുടെയൊക്കെ ഈ ക്ലാസ്സിൽ വരാന്തയിലേക്കൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ വരാന്തയിൽ കൂടെ ഞാൻ നടക്കും. അപ്പോൾ നടക്കുമ്പോൾ നമ്മളാണ് ക്ലാസ് എടുക്കുന്നത്, ഞാനാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു മൂളിച്ചോടുകൂടി അവർ പോവാം. ഇതാണ് അതിൻ്റെ കഥാപാത്രം വെച്ചിട്ട്. അതെ അതെ.